ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചധികം സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടോ. ആ ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഓഫറിൽ എനിക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കിട്ടിയത്. അതും നല്ല ഓഫർ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രയാണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ്, എനിക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹോൾ വീഡിയോ ആണ്. അതായത് സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ സ്കിൻ കെയർ ഹോൾ വീഡിയോ ആണ്. ഞാൻ ഏത് ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സ്വന്തം ഷോപ്സിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ശരിക്കും നെട്ടിപ്പോയി കേട്ടോ. നല്ല ഓഫറിലാണ് എനിക്ക് പ്രൊഡക്ട്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിയ ബ്രാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻകഫെ, മാമ എർത്ത്, അതുപോലെ തന്നെ ഷുഗർ, അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ പ്രൊഡക്ട്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഒരു പെട്ടിയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ വേറൊരു ബോക്സും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ഫേസ് വാഷിൻ്റെ ബോക്സാണ് കേട്ടോ. ഫേസ് വാഷും അതുപോലെ തന്നെ ബോഡി വാഷൊക്കെയാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങൾക്ക്. അയ്യോ, എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അൺബോക്സ് ചെയ്യണം. പക്ഷേ ഈ പ്രൊഡക്ട്സ് ഒക്കെ ആ ഒരു പെട്ടിയൊക്കെ വന്നിരിക്കുന്ന കാണുമ്പം ആ ഒരു ക്യൂരിയോസിറ്റിയിൽ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യും. അതായത് ആ ഒരു ക്യാമറ ഒന്നും എടുക്കാനുള്ള അത്ര പോലും ക്ഷമ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫേസ് വാഷിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻകഫേയുടെ ഫേസ് വാഷസ് ആണ്. ഒരെണ്ണം ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി കേട്ടോ. ഇത് പൊട്ടിക്കാത്ത, സീല് കളയാത്ത ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻകഫേൻ്റെ കോഫി ഫേസ് വാഷാണ്. എൻകഫേൻ്റെ കോഫി ആൻഡ് നേക്കഡ് ഡ്രൈ ഫോമിംഗ് ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് കോഫി എക്സ്ട്രാക്റ്റും പിന്നെ വൈറ്റമിൻ ഇ ആണ്. നമുക്ക് ഈസി ടു ഓപ്പൺ ആണ്. ഇതേപോലത്തെ ഒരു പാക്കേജിങ് ആണ് വരുന്നത്. ഫോമിംഗ് ഫേസ് വാഷ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ടെക്സ്ചർ. നമുക്കൊരു പത ഫോമിലായിരിക്കും വരുന്നത്. ഞാൻ നിങ്ങളെ ആ ഒരു ആപ്ലിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമുക്ക് 99.9% നമ്മുടെ ആക്നീസ് ഒക്കെ നല്ലോണം കൺട്രോൾ ആവും. അതായത് നോർമലി നമുക്കറിയാം ആക്നീസ് ഒക്കെ കോസ് ചെയ്യാനുള്ള മെയിൻ കാരണം ജേംസ് വഴിയാണ്. സോ ആ ഒരു ജേംസ് വഴി ഉണ്ടാകുന്ന ആക്നീസ് ഒക്കെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ നല്ല അമേസിങ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ആ ഒരു കോഫി അരോമ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് വരുന്ന പ്രൈസ് 229 രൂപയാണ്. ഇത് രണ്ടും കൂടെ എനിക്ക് ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പം ആയ പ്രൈസ് നോക്കുകയാണെങ്കിൽ 299 രൂപയ്ക്ക് എനിക്ക് 2 ഫേസ് വാഷസ് കിട്ടി. അപ്പോൾ ഇതിൽ വണ്ണിൽ വരുന്ന ആ ഒരു ML വൈസ് നോക്കുകയാണെങ്കിൽ 75 ml ആണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് അടുത്തായിട്ട് പറയേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, പിന്നെ ക്രുവൽറ്റി ഫ്രീ ആണ്, വേഗൻ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര ഈസിയാണ്. നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ പമ്പ് ഔട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ പമ്പ് ഔട്ട് ചെയ്ത് ഫേസ് വാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ചൊന്ന് ജെന്റിലി മസാജ് ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ഓഫ് ചെയ്യുക. അതിനുശേഷം പാറ്ററൊക്കെ ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ മസ്റ്റായിട്ട് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ കെയറിൽ ചെയ്യേണ്ട കാര്യമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്സിൽ നിന്ന് തന്നെ നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഏതാണ് ആ ഒരു മോയ്സ്ചറൈസർ എന്ന് കൂടെ നോക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നല്ല ഓഫറിൽ അടിപൊളി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മോയ്സ്ചറൈസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതിൻ്റെ ML വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 15 ml ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ടുള്ളത് 195 രൂപയാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് 165 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജെൽ മോയ്സ്ചറൈസർ ആണ്. അതും 72 hours ആ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ സ്കിന്നിൽ നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. 72 മണിക്കൂർ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ഹൈലറോണിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. അതേപോലെ തന്നെ അടുത്തായിട്ട് പറയേണ്ടത് ജെൽ മോയ്സ്ചറൈസർ പ്ലസ് പ്രീബയോട്ടിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്ലോഷറൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട്, ഈ ഒരു പ്രൊഡക്റ്റ് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെൽ ടൈപ്പ് ആണ്. ഫ്രാഗ്രൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ
നല്ല അമേസിങ് ആയിട്ടുള്ളൊരു ലവബിൾ ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും. നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൈലറോണിക് ആസിഡ് കൂടാതെ റൈസ് വാട്ടർ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും. ജെല്ലായതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു യൂസേജ് വൈസ് നോക്കുകയാണെങ്കിൽ നോർമലി മോയ്സ്ചറൈസർ നമ്മുടെ സ്കിൻ കെയറിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഫസ്റ്റ് ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ടോണർ ഉണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് യങ് ആൻഡ് ആ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. കുറച്ചുകൂടെ ബെറ്റർ എപ്പോഴും ജെൽ ബേസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഈ ഒരു ജെൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്. പിന്നെ പറയേണ്ടത് യൂസേജ് നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ പാറ്റേൺ ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. ടോണർ ഇല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നന്നായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ ഡോട്ട് വൈസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ഓവർ ചെയ്യാം. അപ്വേർഡായിട്ട് വേണം നമ്മളിങ്ങനെ മസാജ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. ഡോട്ട് ആൻഡ് കീയുടെ അമേസിംഗ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രൈസും ഡീറ്റെയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല സൈസിലുള്ള ML വൈസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ ലിപ് ബാം ആയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മാമ എർത്ത് ആണ് കേട്ടോ. അപ്പോൾ മാമ എർത്തിൻ്റെ നമ്മുടെ ലിപ്സ് നല്ലോണം നറിഷ് ചെയ്യാനും നല്ലൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു മാമ എർത്തിൻ്റെ എന്താണ് നമ്മുടെ ലിപ് ബാം ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു ലിപ് ബാമിൻ്റെ ആക്ച്വൽ പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് 149 രൂപയാണ്. പക്ഷേ 128 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം നറിഷ് ചെയ്യും, ടിൻറ്റ് ചെയ്യും, ആ ഒരു ടിൻറ്റഡ് എഫക്റ്റ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ വൈറ്റമിൻ ഇയും ഷീ ബട്ടറാണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ, അതായത് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിഗ്മെൻറ്റേഷനൊക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഷീ ബട്ടർ എന്ന് പറയുന്നത് ആ ഒരു മോയ്സ്ചറൈസേഷൻ ലെവൽ നല്ലോണം കീപ്പ് ചെയ്യും. അപ്പോൾ എത്ര നേരമാണ് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസേഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പർ വേയിൽ നമ്മുടെ ചുണ്ടിന് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ 12 ഹവേഴ്സ് വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ലിപ് ബാം ആയിരിക്കണം. നമ്മുടെ ചുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിലും ഇതാണ് നമ്മുടെ ലിപ് ബാം കേട്ടോ. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഭയങ്കര ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ തിരിക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല അമേസിങ് ആയിട്ടുള്ള സ്മെല്ലുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അമേസിങ് ആണ്. ക്രൂവൽറ്റി ഫ്രീ ആണ്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ് മാമ എർത്തിൻ്റെ. അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ യൂസേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ചുണ്ട് നമ്മൾ നല്ലോണം ഒന്ന് വീക്ക്ലി 2 പ്രാവശ്യമെങ്കിലും നമ്മൾ, അതായത് ലിപ് സ്ക്രബ് വെച്ചിട്ട് സ്ക്രബ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് നല്ലോണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ നമ്മുടെ ചുണ്ടിൻ്റെ. അല്ലെങ്കിൽ നോർമലി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. 12 മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ആ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ലിപ് ബാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ലിപ് ബാമാണ്. വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു ലിങ്കും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്ക് കൊടുത്തേക്കാം കേട്ടോ, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ജസ്റ്റ് വൈറ്റമിനിയും ഷീ ബട്ടറും മാത്രമല്ല, കുറേ അധികം ഓയിൽസിൻ്റെ ഒക്കെ ബ്ലെൻഡാണ് കേട്ടോ. അതായത് നമ്മുടെ ജോജോബ ഓയിൽ, പിന്നെ കോക്കോ ബട്ടർ, കോക്കനട്ട് ഓയിൽ, അങ്ങനെ കുറേ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ബ്ലെൻഡാണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ആ ഒരു മോയ്സ്ചറൈസേഷനൊക്കെ ലോങ് ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ ചുണ്ടൊക്കെ ഒട്ടും തന്നെ ഡ്രൈ ആവാത്തതും അതേപോലെ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സാക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഷുഗർ പോപ്പിൻ്റെ, അതായത് ഐലൈനർ ആണ് കേട്ടോ. സ്മജ് പ്രൂഫാണ്, മാറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഐലൈനർ ആണ്. 01 ബ്ലാക്ക് ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ മാറ്റ് ആണെന്ന് പറഞ്ഞു, ലിക്വിഡ് ആയിട്ടുള്ള ഐലൈനർ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രൈസ് വന്നിട്ടുള്ളത് 200 സംതിങ് രൂപയാണ് കേട്ടോ. ഞാൻ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിൻ്റെ ബാക്കിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
219 രൂപയാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് 175 രൂപയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഐലൈനർ. നല്ല കളർഫുൾ ആണ് കേട്ടോ. അപ്പോൾ 4.5 ml ആണ് ഇതിൻ്റെ നെറ്റ് ml അല്ലെങ്കിൽ നെറ്റ് വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. സ്മച്ച് പ്രൂഫ് ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ക്വിക്കായിട്ട് ഡ്രൈ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രൈ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഐസിന് നല്ലൊരു ഡ്രാമാറ്റിക് ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സൂപ്പർബായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഔട്ടർ കവറിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ക്വിക്കായിട്ട് ഡ്രൈ ചെയ്യും. അതേപോലെ തന്നെ സ്മച്ച് പ്രൂഫാണ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻറ്റൻസ് മാറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സൈഡിൽ കേട്ടോ. അപ്പോൾ ഇപ്പം ഏറെക്കുറെ ഉണങ്ങി വന്നിട്ടുണ്ട്. ശരി കേട്ടോ. സ്മച്ച് പ്രൂഫ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ സ്മച്ച് പ്രൂഫാണ്. കുറച്ചുകൂടെ ഉണങ്ങുമ്പോഴേ ഉള്ളൂ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഷുഗറിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ നമ്മൾ എന്താ പറയുക, ഒട്ടും തന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു തോന്നിക്കാത്ത പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വാങ്ങിയതാണ്. പക്ഷെ നല്ല ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 01 ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇവിടെ 5th പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എൻകഫേൻ്റെ, അതായത് കോഫി അരോമ ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ബോഡി വാഷ് ആണ്. അപ്പോൾ ബോഡി വാഷ് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോഡിയൊക്കെ നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബോഡി വാഷ്. അപ്പോൾ ഈ ഒരു ബോഡി വാഷിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ പ്രൊവൈഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബോഡിയൊക്കെ നല്ലോണം ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും. ആ ഒരു ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ ലെവലൊക്കെ കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പോൾ നല്ല അടിപൊളി കോഫി അരോമ വിത്ത് ബെറീസിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു സ്മെല്ലും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ആഫ്റ്റർ ദാറ്റ് ഇവിടെ ക്ലോസിങ്ങും അതുപോലെ തന്നെ ഓപ്പണിങ്ങും അവർ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി വാഷ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ടുള്ളത് 279 രൂപയാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്ര രൂപയ്ക്കാണെന്ന് നോക്കുകയാണെങ്കിൽ 195 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഔട്ടർ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. കംപോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ എക്സാക്ട്ലി ഇവർ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ടി കോഫി അരോമ ആണ് നമുക്ക് കിട്ടുന്നതെന്ന്. അതായത് ആ ഒരു ബെറീസിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് കോഫി അരോമ മാത്രമല്ല ഫ്രൂട്ടി ആയിട്ടുള്ളൊരു കോഫി അരോമയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ml വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 200 ml ആണ്. അപ്പോൾ ഇതും എനിക്ക് നല്ല ഓഫറിൽ കിട്ടിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രുവൽറ്റി ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ SLS അതേപോലെ പാരബൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ബാത്ത് ചെയ്യുന്നതിന് മുന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയൊക്കെ ജസ്റ്റ് വെറ്റ് ചെയ്യുക, നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി മമ്പോട്ട് ചെയ്യുക, പിന്നെ കുറച്ചൊന്ന് വാട്ടർ യൂസ് ചെയ്തിട്ട് ലെതർ ഫോം ചെയ്തിട്ട് വേണം നമ്മുടെ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ തേച്ചെടുക്കാം. നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ഓവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി ലൂഫ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലൂഫയിൽ നമ്മൾ കുറച്ച് കമ്പോട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ സ്പ്രെഡ് ഓവർ ചെയ്തിട്ട് അപ്പോൾ നന്നായിട്ട് ലെതർ ഫോമാം. ലൂഫ വെച്ചിട്ട് നമുക്ക് നല്ലോണം നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു 2 വേയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. ബോഡി വാഷിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബോഡി വാഷ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ ബാത്തിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹൈഡ്രേഷനും ആ ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ ബോഡി നല്ലോണം ക്ലെൻസ് ചെയ്യാനും സോഫ്റ്റൻ ചെയ്യാനും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഗ്ലോയിങ് ഒക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു ഷോപ്സി ആപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലും ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടാൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ
പോയിട്ട് നേരെ ആ ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ഓഫേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ആരും മിസ് ചെയ്യണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ 5 പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടിക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് കാണുമായിരിക്കും. ബൈ ടാറ്റാ.